ആ പെൺകൊന്തൻ പോസ്റ്റ് ചെയ്ത നീ ഏറ്റെടുക്കുമല്ലേടി? ആ പോസ്റ്റ് വേണ്ടെന്ന് നിന്നോട് പറഞ്ഞല്ലേ? എന്റെ വാക്ക് നീ എന്താ അനുസരിക്കാത്തത്? ഒരു നല്ല പോസ്റ്റ് കിട്ടുമ്പോ ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം? ചോദിക്കാതെ തന്നെ നല്ലൊരു പോസ്റ്റ് കിട്ടി. അതാ മോളെ അപകടം. അർഹിക്കാതായിട്ട് നമുക്കൊന്നും കിട്ടാൻ പാടില്ല. അതാടാ ഞാനും പറഞ്ഞത്. ഇവള് കേൾക്കണ്ടേ? മാനേജർ പോസ്റ്റ് കിട്ടിയത് കൊണ്ട് ഇവളങ്ങ് സന്തോഷിക്കുക. വസുവേട്ടത്തിക്ക് മാനേജർ പോസ്റ്റ് കിട്ടിയപ്പോ നിങ്ങൾ ആരും ഓപ്പോസ് ചെയ്തില്ലല്ലോ. ഇപ്പൊ എന്തിനാ എതിർക്കുന്നത്? ഏടത്തേക്ക് ആ യോഗ്യത ഉള്ളതുകൊണ്ടാ ആ പോസ്റ്റ് കിട്ടിയത്. അപ്പോ എനിക്ക് യോഗ്യതയില്ലേ? വസുവേട്ടത്തി ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഞാനും ഗ്രാജുവേറ്റ് ആണ്. വസുവേട്ടത്തെക്കാളും എനിക്ക് എന്താ കുറവ്? ഓഫീസിൽ ജോയിൻ ചെയ്ത ഉടൻ തന്നെ വസുവെടുത്ത് വലിയ വലിയ ഈവന്റ്സ് സക്സസ്ഫുൾ ആക്കിയത്. വസുവെടുത്തിയുടെ കഴിവ് അവിടെ തെളിയിച്ചത്. നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ടൈം പാസിനല്ലേ പോകുന്നത്? ഇപ്പൊ ചാൻസ് കിട്ടിയില്ലേ? ഇനി ഞാനും പ്രൂവ് ചെയ്ത് കാണിക്കും. വസുവിനെ ഒഴിവാക്കിയ ചാൻസ് നിനക്ക് എങ്ങനെ കിട്ടുമെന്നാ കരുതുന്ന കാർത്തികേ? നീ വസുവിന്റെ അനിയത്തിയാ, ഒരേ വീട്ടിലാ താമസിക്കുന്നേ. ഞാൻ വസുവേട്ടത്തിയുടെ അനിയത്തിയാണെന്ന് ഓഫീസിൽ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് ഓഫീസിൽ മറച്ചു വെച്ചിരിക്കുകയല്ലേ. വസു നിനക്ക് ആരാന്നുള്ളത് നീ പറയേണ്ട കാര്യമൊന്നുമില്ല മോളെ. വസുവിന് ഇപ്പൊ സംഭവിച്ച കാര്യങ്ങൾക്ക് നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട്. മാനേജർ പോസ്റ്റ് വേണ്ടെന്ന് പറയണം. നിങ്ങളും ഇങ്ങനെ ആയാലോ ഭാസ്കരേട്ടാ? വസുവേട്ടത്തെ തെറ്റ് ചെയ്തതുകൊണ്ടാ പുറത്താക്കിയത്. കാർത്തിക, ഏടത്തെ നീ ഇനി എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയ കൊന്നു കളയും ഞാൻ നിന്നെ. ഏടത്തെ എന്ത് തെറ്റാടി ചെയ്തേ? തെറ്റ് ചെയ്തെന്ന് സ്വയം സമ്മതിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിരിക്കുകയല്ലേ. ഏടത്തെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന നിനക്ക് അറിയോ? നടന്ന് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഒന്നും പറയണ്ട. അഖിലിന് എന്താ പ്രോബ്ലം? വസുവേട്ടത്തി മാനേജർ ആയപ്പോ അഭിയേട്ട സന്തോഷിച്ചു. താൻ താഴ്ന്ന പോസ്റ്റിൽ ഇരുന്നിട്ടും വലിയ പോസ്റ്റിൽ ഇരുന്ന വസുവേട്ടത്തിയെ ബഹുമാനിച്ചു. അഖിൽ എന്താ അങ്ങനെ ഫീൽ ചെയ്യാത്തെ? എന്തിനാ ഈ ഈഗോ? ഇത് ഈഗോ ഒന്നും അല്ല. പിന്നെ വേറെന്താ? നിന്നോട് എങ്ങനെ ഞാൻ പറയാ? ആ ചന്ദ്രശേഖർ നിനക്ക് പ്രൊമോഷൻ തന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. നിനക്ക് പ്രൊമോഷൻ തന്നിരുന്നെങ്കിൽ ഹാപ്പി ആകുമായിരുന്നോ? എനിക്ക് തരുന്നത് വേറെ, നിനക്ക് തരുന്നത് വേറെ. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. നിനക്ക് അസൂയാണ്, ജലസി. എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ചും വസുവേട്ടത്തിക്കും അഭിയേട്ടനും ഒട്ടും പിടിച്ചില്ല. നിങ്ങൾ എല്ലാവരും അവർക്കാ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നെ അന്യായിട്ടാ കാണുന്നത്. കാർത്തിക, ഏയ്, എടാ അഖിൽ, നീ എന്താണ് കാണിച്ച? ഭാര്യയുടെ നേരാണോ കൈയോകുന്നേ? അവള് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഏട്ടാ. അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നോക്കു കാർത്തിക, നിനക്ക് പ്രൊമോഷൻ കിട്ടിയതില് ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. എന്നാൽ ആ പ്രൊമോഷൻ കിട്ടിയ രീതിയാണ് ഞങ്ങൾ ഭയക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നീ അറിയാതെ നീ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ ആപത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറച്ചൊന്ന് ചിന്തിച്ച നിനക്ക് തന്നെ അത് മനസ്സിലാവും. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല അഭിയേട്ടാ. എന്ത് പ്രോബ്ലം വന്നാലും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഒരു തവണ കിട്ടിയതല്ലേടി? മരണത്തിന്റെ വായി പോയിട്ട് തിരികെ വന്നത്. പറഞ്ഞ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമില്ല. അഖിൽ, പ്രശ്നമൊന്നും വേണ്ട. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ചേച്ചി വരൂ, ഭക്ഷണം ഉണ്ടാക്കാം. എല്ലാവരും പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ. 10 മിനിറ്റിനുള്ളിൽ ഭക്ഷണം റെഡിയാക്കാം.
ഫീൽ ചെയ്തില്ല കേട്ടോ. ചെയ്യാത്ത തെറ്റിനല്ലേ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയത്, അതിനാ ഫീൽ ചെയ്തത്. അതെ ചേട്ടാ, ചേട്ടൻ സമ്പാദിച്ച പൈസ വക്കീലിന് കൊടുത്ത് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നല്ല കാര്യാ. അല്ലെങ്കിൽ പാവം അമ്മ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടന്നേനെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പാവ കിട്ടാഞ്ഞിട്ടല്ലേ വിഷമിച്ചിരുന്നത്? ഇല്ല ചേട്ടാ, ഞങ്ങൾക്ക് പാവ വേണ്ട. അമ്മ അച്ഛനെ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാലേ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ എത്ര വേണേലും കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഞങ്ങള് ചേട്ടനെ കൂടി ഇനി കഷ്ടപ്പെടുത്തില്ല, ഒന്നും ചോദിക്കില്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ. അതിന് ഞങ്ങൾക്ക് ധാരാളം. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾക്ക് ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കും. ഞങ്ങളിപ്പോ സന്തോഷമായിട്ട് തന്നെയാ ഇരിക്കുന്നേ. ഞങ്ങൾക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. അമ്മയച്ഛനും പറയുന്ന പോലെ ഞങ്ങൾ നന്നായിട്ട് പഠിക്കും, ഹാപ്പി ആയിട്ട് കളിക്കും, വഴക്കുകൂടില്ല, മിടുക്കികളായിട്ടിരിക്കും, നല്ലവണ്ണം പഠിക്കും. കുട്ടികളെന്ന് പറഞ്ഞാൽ കുസൃതി കാണിക്കണം, അല്ലെങ്കിൽ അവരെ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കല്ലേ അമ്മേ. മുതിർന്നവരങ്ങനെ കുസൃതിയൊന്നും കാണിക്കില്ലല്ലോ. അമ്മ ചിരിക്കുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ടമ്മേ. ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കമ്മേ, അപ്പോഴേ സുന്ദരിയായിരിക്കൂ. ചിരിച്ചാ അച്ഛൻ അമ്മയെക്കാളും കാണാൻ നല്ല രസമായിരിക്കും. കാണാൻ ഹീറോ പോലെ ഉണ്ടാവും. എടാ അമ്മയ്ക്ക് അച്ഛന് നാണം വരുന്നു. നീ
ഞാൻ വിചാരിച്ചതൊന്ന് നടന്നത് മറ്റൊന്ന്. ഞാൻ ചേച്ചിയെ കൊല്ലണമെന്ന് വിചാരിച്ചു, പക്ഷേ വസുവും അഭിയും രക്ഷപ്പെടുത്തി. ഞാൻ മാനേജർ ആവണമെന്ന് വിചാരിച്ചു, പക്ഷെ ആ രാജ ആ കാർത്തികയെ മാനേജറാക്കി പോസ്റ്റ് ചെയ്തു. അഭിയും വസുവും ആശുപത്രിയിൽ വരാതിരുന്നെങ്കിൽ ഈ സമയം ചേച്ചിയുടെ ഫോട്ടോയിൽ മാല വീഴുമായിരുന്നു. ആ കാർത്തിക ഇല്ലായിരുന്നെങ്കിൽ മാനേജർ പോസ്റ്റ് എനിക്ക് തന്നെ കിട്ടിയേനെ. ഇന്ന് മിസ്സായി. നാളെ എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊല്ലണം. ഓഫീസിൽ വെച്ച് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഇനി ഫോൺ ചെയ്തെങ്കിലും ഞാൻ ചോദിക്കും. ഇവളെന്തിനാ ഫോൺ ചെയ്യുന്നേ? ഫോണെടുത്താൽ എന്തൊക്കെ പറയുമെന്ന് അറിയില്ലല്ലോ. സംസാരിച്ചാൽ പാർട്ടി നേരെ ഇങ്ങെത്തും. സംസാരിക്കണോ വേണ്ടയോ? കമോൺ രാജ, ഫോൺ എടുക്ക്. ഹലോ. എന്താ രാജ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാനെന്താ ചെയ്തേ? ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നോ? ഞാൻ ചേച്ചിയെ കൊല്ലാൻ പോകുന്ന കാര്യം ഇവളെങ്ങനെ അറിഞ്ഞു? ഈ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എനിക്ക് മാത്രല്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കോ? ആരും കണ്ടില്ലല്ലോ. എല്ലാരും കണ്ടല്ലോ. എല്ലാരും എന്ന് പറഞ്ഞാൽ ആരൊക്കെ? ഓഫീസിലെ സ്റ്റാഫ് എല്ലാരും കണ്ടു. അവര് ഹോസ്പിറ്റലിൽ എപ്പോഴാ വന്നേ? ഓഫീസ് സ്റ്റാഫ് എന്തിനാ രാജ ഹോസ്പിറ്റലിലേക്ക് വരുന്നേ? പിന്നെ എല്ലാരും കണ്ടു എന്ന് പറഞ്ഞത്? നിങ്ങൾ കാർത്തികയെ മാനേജരാക്കിയത് എല്ലാരും കണ്ട കാര്യല്ലേ? നിങ്ങൾ ആ കാര്യത്തെ കുറിച്ചാണോ പറയുന്നത്? നിങ്ങൾ ഏത് കാര്യമാണെന്നാ വിചാരിച്ചത്? ശരി ശരി. എന്താ ഈ സമയം ഫോൺ ചെയ്ത്? എന്നെ മാറ്റി നിർത്തിയിട്ട് ആ കാർത്തിക എന്തിനാ മാനേജരാക്കിയേ? എനിക്ക് എത്ര ഫീൽ ചെയ്തു എന്നറിയോ? എന്റെ ഹാർട്ട് 1000 കഷ്ണങ്ങളായി. ഞാൻ ജീവിച്ചിരിക്കുന്ന ശവമായി മാറി. എന്തിനാ എന്നോടത് ചെയ്തത്? കാർത്തികയ്ക്ക് എല്ലാ യോഗ്യതയുമുണ്ട്. അതിന് മാത്രം എന്ത് യോഗ്യത അവക്കുള്ളത്? എനിക്കില്ലാത്ത യോഗ്യത അവക്കെന്താ ഉള്ളത്? ആ കുള്ളത്തി, ആ ചുണ്ടലി എന്നെക്കാൾ വരെയോളോ? എന്ത് കണ്ടിട്ട് അവക്ക് മാനേജർ പോസ്റ്റ് കൊടുത്തത്? ശക്തിയായിട്ട് ഒരു കാറ്റടിച്ച കരിയില പോലെ അങ്ങ് പറന്നു പോ. അവക്ക് ജോലി ചെയ്യാനോ അറിയില്ല. അങ്ങനെയുള്ള ഒരുത്തിയെ എന്തിനാ മാനേജരാക്കിയേ? പറയ് രാജ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനൊരു മറുപടി പറ. എന്റെ മനസ്സിന് എന്തിനാ എങ്ങനെ തകർത്തത്? എന്റെ ഹൃദയത്തിന് എന്തിനാ എങ്ങനെ മുറിവേൽപ്പിച്ചത്? പറയൂ രാജ. ഈ കിളവിയുടെ ശല്യം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാനാണ് ഫ്രോഡെന്ന് വിചാരിച്ചത്. എന്നെക്കാളും വലിയ ഫ്രോഡാ അവള്. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. കൂൾ ഡിയർ, ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താ രാജ, നിങ്ങൾ എന്നെ ഡിയർ എന്നാണോ വിളിച്ചത്? നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി പറയോ? ഗുഡ് നൈറ്റ് ഡിയർ. അതിനുള്ളിൽ എന്തിനാ ഗുഡ് നൈറ്റ്? ഈ സന്തോഷത്തില് എനിക്ക് പാട്ട് പാടണമെന്ന് തോന്നുക. അയ്യോ വേണ്ട വേണ്ട, പാടണ്ട. എന്തുകൊണ്ട് പാടിക്കൂടാ രാജ? എനിക്ക് ചെവി വേദന എടുക്കും. അല്ലല്ല, നിങ്ങൾക്ക് തൊണ്ട വേദനിക്കില്ലേ? പ്ലീസ് ചെന്നുറങ്ങ. അപ്പോ എനിക്ക് വേണ്ടി ഒരു താരാട്ട് പാടൂ? എനിക്കും ഉറക്കം വരുന്നു ഡിയർ. ഗുഡ് നൈറ്റ്. രക്ഷപ്പെട്ടു രാജ. രാജ, അയ്യോ കട്ടായി പോയല്ലോ. കട്ടായാലും കുഴപ്പമില്ല. എന്റെ രാജ എന്നെ ഡിയർന്ന് വിളിച്ചില്ലേ? എന്റെ ഡിയർ രാജ. നീ എപ്പോഴാ വന്നേ? ഞാൻ നിങ്ങൾക്ക് ചുണ്ടലിയാണല്ലേ? ശക്തിയായിട്ട് കാറ്റടിച്ച ഞാൻ പറന്നു പോവല്ലേ? കള്ള കഴുത, എല്ലാം കേട്ടല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്നോട് ഇത്രയ്ക്ക് അസൂയുണ്ടല്ലേ? എന്നെ മാനേജർ പോസ്റ്റിൽ നിന്നും പുറത്താക്കാൻ നോക്കുവല്ലേ? ഇത്രയും വലിയ ചതി ചെയ്യാണല്ലേ? ഇവളോട് വഴക്കിടാതിരിക്കുന്ന നല്ലത്. നാളെ ഓഫീസിൽ എന്നോട് പ്രതികാരം ചെയ്താലോ? എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കൂളാക്കണം. നാളെ ഓഫീസിലേക്ക് വരുമല്ലോ, നിങ്ങൾക്ക് അപ്പൊ കാണിച്ചു തരാം. മോളെ മോളെ അവിടെ നിക്ക്, അവിടെ നിക്കടി. എല്ലാം ചുമ്മാതല്ലേ, ഒരു തമാശക്ക് പറഞ്ഞതാ. ഞാൻ പറഞ്ഞാലെന്താ? ഉടനെ നിന്നെ മാനേജർ പോസ്റ്റിൽ ഒഴിവാക്കൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഉദ്ദേശം എങ്ങനെയാ ഉണ്ടായേ? എനിക്ക് പ്രായമായില്ലേ, അപ്പൊ അതിന്റേതായ ആഗ്രഹങ്ങൾ കാണില്ലേ?
എനിക്കോ ആ ഭാഗ്യമില്ല. നീ മാനേജർ ആകുമ്പോ എനിക്കും അസൂയ കാണില്ലേ? ഒരുപക്ഷെ ഞാനാ മാനേജർ ആവുന്നെങ്കിൽ നിനക്ക് എന്നോട് അസൂയ കാണില്ലേ? ഞാൻ നിങ്ങൾക്ക് ചുണ്ടലിയാണല്ലേ, കൊള്ളത്തിയാണല്ലേ? ഛേ, അങ്ങനെയല്ല. നീ സ്ലിമ്മായി സുന്ദരിയായിട്ടിരിക്കുന്നു. എനിക്ക് നിന്നെ പോലെ ആവണമെന്നുണ്ട്. ഇത് സത്യം മോളെ. കള്ള സത്യം ചെയ്യണ്ട. നാളെ ശരിയാക്കി തരാം നിങ്ങളെ. കാർത്തികേ, ഇവളുടെ ദേഷ്യം കുറയുന്നില്ലല്ലോ. നാളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാനേജ് ചെയ്യണം. രാജിയോട് പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് അടക്കണം. എന്റെ രണ്ടാമത്തെ ഭർത്താവിന്റെ പുണ്യ പാദപൂജ ചെയ്തേനെ. അടുത്ത നവരാത്രി ഉത്സവത്തിന് മുമ്പെങ്കിലും എന്റെ ആഗ്രഹം നിറവേറൂ. ഹാപ്പി നവരാത്രി ആന്റി. ഏട്ടത്തി, ഞാൻ സഹായിക്കട്ടെ? ഞാൻ പോയി പനിനീർ തളിക്കട്ടെ, മഞ്ഞളും കുങ്കുമവും പൊട്ടു വയ്ക്കട്ടെ. നിങ്ങൾ പോയി പാചക കാര്യം നോക്ക്, ഞാൻ ഇവിടുത്തെ കാര്യം നോക്കിക്കോളാം. പാചകമൊക്കെ കഴിഞ്ഞു കാർത്തിക. ഭാവനേച്ചി പൂജയ്ക്കുള്ള പായസമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. സാരമില്ല ഏട്ടത്തി, ഞാൻ പൂജ ചെയ്തോളാം. പതിവില്ലാതെ നീ കേറി പൂജ ചെയ്യാന്ന് പറയുന്നല്ലോ. എന്താ, ഞാൻ പൂജ ചെയ്യാൻ പാടില്ലേ? എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഉള്ളതുകൊണ്ടാ എനിക്ക് മാനേജർ പോസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് നീ ഭഗവാനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ പോവായിരിക്കും അല്ലേ? അതല്ലെങ്കിൽ കൈമണി അടിക്കാൻ നോക്കായിരിക്കും. ഇതുപോലെ ഓവർ ആക്ട് ചെയ്യുന്നവരെ വിശ്വസിക്കാൻ പാടില്ലെന്നാ. അങ്ങനെയൊന്നും അല്ലേ ഇളയമ്മേ. പൂജയുടെ അന്ന് അവള് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലിപ്പോ എന്താ തെറ്റ്? ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ? ദിവസം ഇതുപോലുള്ള ജോലികൾ ചെയ്താൽ കൊള്ളായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസമൊക്കെ കാർത്തിക തന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നേ. നടക്കാത്ത നല്ല സ്വപ്നം. അതിനൊക്കെ ജോലി വല്ലതും അറിയണ്ടേ? എല്ലാം വെറും ഓവർ ആക്ഷൻ മാത്രമാ. അഖിൽ, അങ്ങനെ ഡിസപ്പോയിന്റ് ആക്കരുത്. വസുന്ധര, കാർത്തിക് എന്തെങ്കിലും ജോലി കൊടുക്ക. ശരി കാർത്തിക, പ്രസാദം റെഡിയാക്ക്. ഏട്ടത്തി, ആ മഞ്ഞളിങ്ങി തന്നേ. എന്നെ കുറിച്ച് മനസ്സിൽ വേണ്ടാത്തത് ചിന്തിച്ചല്ലേ? എനിക്കതല്ലേ ജോലി. പിന്നെ എന്റെ കയ്യിലിരുന്ന തട്ട എങ്ങനെയാ താഴെ വീണത്? നിന്റെ അശ്രദ്ധ കാരണോ ഇത്? മര്യാദയ്ക്ക് പ്രസാദം പോലും ഉണ്ടാക്കാൻ അറിയാത്തവളാ വലിയ മാനേജർ പോസ്റ്റ് അലങ്കരിക്കാൻ പോകുന്നേ. ഡാഗിൽ, പൂജ ദിവസം അവളെ വഴക്കുറയാതെ. അതങ്ങനെ ഇരിക്കട്ടെ കാർത്തിക, വേറെ എടുത്ത് ചെയ്യാം. ശരി ഏട്ടത്തി. എന്ത് പറ്റിയേട്ടാ? ഒന്നുമില്ല വസുന്ധര, നിങ്ങൾ പൂജ സ്റ്റാർട്ട് ചെയ്തോളൂ.
പാടുന്നേ ഉം.